ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വിവാഹം ഒക്കെ കഴിഞ്ഞ ഒരു പുരുഷൻ സ്നേഹിക്കേണ്ടത് അവൻ്റെ ഭാര്യയെയും മക്കളെയും തന്നെയാണ്. അതായിരിക്കണം അവൻ്റെ ലോകവും. എന്നാൽ വിവാഹത്തിന് ശേഷം ചില പുരുഷന്മാരുടെ നോട്ടം മറ്റ് സ്ത്രീകളിലേക്ക് പോകാറുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ? ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. കുറ്റപ്പെടുത്തലും ശകാരങ്ങളും സ്വഭാവമാക്കി മാറ്റിയ ഭാര്യ. ഒരു പുരുഷൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കേണ്ടവളാണ് ഭാര്യ. എന്നാൽ ഒരു പുരുഷനെ എന്ത് കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, നിങ്ങളെ കെട്ടിയത് എൻ്റെ വിധി, ഒരു കഴിവുമില്ലാത്ത ഒരുത്തൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കുറ്റപ്പെടുത്തുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നു, നാണം കെടുത്തുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭാര്യമാരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പുരുഷൻ വേറെ ഒരു സ്ത്രീയുടെ പുറകെ പോകാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. സ്വന്തം ഭാര്യയിൽ നിന്നും അവർ ആഗ്രഹിക്കുന്ന കെയർ, അല്ലെങ്കിൽ ആ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന അത്രമാത്രം സ്നേഹം, ഇതൊക്കെ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം. എല്ലാവർക്കും സ്വന്തം ലൈഫിനെ കുറിച്ചിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് സ്വന്തം ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നും. ഏതൊരു പുരുഷനും തൻ്റെ ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത് കെയറും സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ്. പക്ഷേ ഇതൊക്കെ കൊടുക്കാത്ത ഒരു ഭാര്യയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പുരുഷൻ വേറെ സ്ത്രീകളുടെ പുറകെ പോകാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. എവിടെയാണോ സ്നേഹം കിട്ടുക, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ആ ഒരു കെയർ കിട്ടുക, അങ്ങോട്ട് ഒരു ചായ്വ് ഉണ്ടാകാൻ ഉള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹിക്കുക, കെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി തേർഡ് പോയിന്റ് നോക്കാം. സ്വന്തം ഭാര്യയോട് സ്നേഹം ഇല്ലാത്ത പുരുഷന്മാർ. അതൊരു പക്ഷേ അവൻ വളർന്നു വന്നൊരു സാഹചര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നേരിട്ട സംഭവങ്ങൾ. ഇതുമല്ലെങ്കിൽ ലൈഫൊക്കെ എൻജോയ് ചെയ്യണം, അതും വേറെ സ്ത്രീകളായിട്ട്, അല്ലെങ്കിൽ ആരോടും ഒരു സ്നേഹവുമില്ല, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു വ്യക്തി. ഒരേ ടൈമിൽ, അതായത് ഭാര്യനെ സന്തോഷിപ്പിക്കണം, അതേപോലെ തന്നെ ലൈഫും എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന പുരുഷന്മാർ. ഈ പുരുഷന്മാർക്ക് പല സ്ത്രീകളായിട്ട് നടക്കണം, മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയെ ഉണ്ടാവത്തുള്ളൂ. അവർക്ക് ആരോടും ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്സ്, അത് അവരുടെ മക്കളോട് പോലും ഉണ്ടാവത്തില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആരോടും സ്നേഹമില്ലാത്ത ഒരു പുരുഷനാണ് നിങ്ങളുടെ ഭർത്താവ് എങ്കിൽ അവർ വേറെ സ്ത്രീകളുടെ പുറകെ പോകാൻ ഉള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാ പുരുഷന്മാരും ഇതുപോലെ ആകണം എന്നല്ല, എന്നാൽ ഇത്തരത്തിലുള്ള പുരുഷന്മാരുമുണ്ട്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് പുരുഷന് വേണ്ട അംഗീകാരങ്ങൾ കൊടുക്കാത്ത ഒരു ഭാര്യ. അതായത് സ്വന്തം ഭർത്താവിനോട് കുറച്ച് കുശുമ്പ്, അല്ലെങ്കിൽ അസൂയ ഒക്കെയുള്ള ഭാര്യമാരുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. സെയിം ജോബൊക്കെ ഉള്ള വ്യക്തികളാണ് എങ്കിൽ അതിൽ ഭർത്താവിന് കുറച്ചൊരു സാലറി ഇൻക്രിമെൻറ്റോ ഒക്കെ കിട്ടുവാണ് എങ്കിൽ ഈ ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവിനോട് വരെ അസൂയ ഉണ്ടാകാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അവന് കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങൾക്ക് ഒരു സപ്പോർട്ടും കൊടുക്കാത്ത ഭാര്യമാർ അവനെ അംഗീകരിക്കത്തില്ല, എപ്പോഴും ആ ഒരു വ്യക്തിയുടെ പുച്ഛമായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവമുള്ള ഭാര്യമാരാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പുരുഷൻ വേറെ സ്ത്രീകളെ നോക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് അവൻ്റെ വാക്കിന് പുല്ലുവില മാത്രം കൊടുക്കുന്ന ഒരു ഭാര്യ. ഇത്തരത്തിലുള്ള ഭാര്യമാരുള്ള പുരുഷന്മാരും വേറെ സ്ത്രീകളെ നോക്കി പോകാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് സങ്കല്പത്തിനനുസരിച്ചുള്ള ഭാര്യ കിട്ടാത്ത പുരുഷന്മാർ.
എല്ലാ പുരുഷന്മാർക്കും അവർ വിവാഹം കഴിക്കാൻ പോകുന്ന ഭാര്യമാരെക്കുറിച്ചിട്ട് കുറേ അധികം സങ്കല്പങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ഭാര്യയ്ക്ക് ഒന്നില്ലെങ്കിൽ നിറം വേണം, അല്ലെങ്കിൽ അത്യാവശ്യം വണ്ണം വേണം, കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കണം, നല്ല മുടിയുണ്ടാവണം. ഇങ്ങനത്തെ കുറേ അധികം സങ്കല്പങ്ങൾ എപ്പോഴും എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവും. എന്നാൽ അവർ വിവാഹം കഴിക്കുക ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ ആണ് എങ്കിൽ അതിപ്പോൾ ഒരുപക്ഷെ ഒരു സാഹചര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാവാം. ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ് എങ്കിൽ ആ ഒരു പുരുഷൻ അവൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരുടെ പുറകെ പോകാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് 5th പോയിന്റ്. ഇനി 6th പോയിന്റ് നോക്കാം. ആറാമതായിട്ട്, കൂടുതലായും സ്ത്രീകളോട് അടുത്തിരിക്കുന്ന പുരുഷന്മാർ. അതായത് ജോലി ചെയ്യുമ്പോഴൊക്കെ കൂടുതലായിട്ടും സ്ത്രീകളോട് അടുത്തിരുന്ന് ജോലി ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ ആ ഒരു സ്ത്രീകളോട് ഒരു അട്രാക്ഷനൊക്കെ തോന്നും. ഇതും പുരുഷൻ വേറെ സ്ത്രീകളുടെ പുറകെ പോകാനുള്ളൊരു ചാൻസാണ്. പക്ഷേ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് എങ്കിൽ അവൻ വേറെ ഒരു സ്ത്രീകളുടെ പുറകെ പോകത്തില്ല. ഇനി 7th പോയിന്റ് നോക്കാം. 7th പോയിന്റ് എന്ന് പറയുന്നത് സംശയരോഗമുള്ള ഒരു പുരുഷൻ. അതായത് സ്വന്തം ഭാര്യയ്ക്ക് വേറെ പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പുരുഷൻ. അവൾക്ക് പോകാമെങ്കിൽ എനിക്കും പോയിക്കൂടെ എന്ന് ചിന്തിക്കും. ഇത്തരത്തിൽ വേറെ സ്ത്രീകളുടെ പുറകെ പോകുന്ന പുരുഷന്മാരുണ്ട്. ഇനി 8th പോയിന്റ് നോക്കാം. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഫ്രീഡം കിട്ടുന്ന പുരുഷന്മാർ. അതായത് എങ്ങനെ നടന്നാലും ഭാര്യ കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. അല്ലെങ്കിൽ എബ്രോഡൊക്കെ താമസിക്കുന്ന പുരുഷന്മാർ. അവിടെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ നോക്കാനോ ഒന്നും ആരുമില്ല. ഇങ്ങനെ പൂർണ്ണമായിട്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർ വേറെ സ്ത്രീകളുടെ പുറകെ പോകാനുള്ളൊരു ചാൻസും കൂടുതലാണ്. ഇനി ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് രണ്ടുപേരും എല്ലാ ദിവസവും ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഡെയിലി ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, തമാശകളൊക്കെ പറയുക. ഇനി എബ്രോഡാണെങ്കിൽ വിളിക്കുന്ന സമയം അവരുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരോടും പറയുക. അതായത് നിങ്ങൾ അവർക്ക് വേണ്ട കെയർ, ലവ്, സപ്പോർട്ട് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റു സ്ത്രീകളുടെ പുറകെയൊന്നും പോകത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.